എന്ത് ചേട്ടാ കഴിക്കുന്നില്ലേ? അല്ല, ആരോ പുറത്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആര് വരാനായിട്ട്? നിന്റെ അടുത്ത് ഇരിക്കേണ്ടവൾ തന്നിഷ്ടം കാണിച്ച് നടക്കുമല്ലേ? നടക്കട്ടെ. അവക്ക് ഇവന്റെ കൂടെ ജീവിക്കാൻ വിധിയില്ല, അത്ര തന്നെ. അതല്ല, പുറത്ത് ആരോ വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിനക്കെങ്ങനെ തോന്നുന്നു? അല്ല, ഈ സോഷ്യൽ മീഡിയയിൽ നീയൊക്കെ എന്ത് പേക്കൂത്ത് കാണിച്ചാലും അതൊക്കെ ജനങ്ങളങ്ങ് വിശ്വസിക്കും എന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? സർവേശ്വരൻ എന്നൊരാള് ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിലിരിക്കുന്നുണ്ടെന്ന കാര്യം ഇനിയെങ്കിലും എന്റെ മോളൊന്ന് ഓർത്താ നന്ന്. അല്ല, എന്തായിരുന്നു നീ ഇതിനു മുമ്പ് എന്നെ കണ്ടപ്പോ പറഞ്ഞത്? താലി കെട്ടിയവനിൽ അവകാശമുണ്ട്, ഒരു കോടതിക്കും അത് കണ്ടില്ലാന്ന് നടിക്കാനാവില്ല, നിയമപരമായി ഭാര്യയും ഭർത്താവുമാണ്. എല്ലാം ശരി തന്നെ. എന്ത് നിയമങ്ങൾ പറഞ്ഞാലും മനസ്സുകൊണ്ടൊരു പൊരുത്തമില്ലെങ്കിൽ ആ ബന്ധത്തിന് എന്ത് പ്രസക്തി ഉണ്ടടി? താലി കെട്ടിയ ഭർത്താവിന്റെ കഴുത്തില് നിയമത്തിന്റെ കുരുക്കണിയിക്കാൻ നോക്കിയ നിന്നിലെ ഭാര്യയെ ഞാൻ നമിക്കുന്നു. ഈ രീതിയിലും ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്ന ഭാര്യമാരുണ്ടല്ലോ. തടഞ്ഞു നിർത്തി ആക്ഷേപിക്കാനായിട്ട് ഒരുങ്ങിക്കെട്ടി വന്നിരിക്കുവാണല്ലേ? എന്നാ പിന്നെ എനിക്ക് എന്റെ വഴി നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നിക്ക്. നിന്റെ വഴി എന്താണെന്ന് നീ പറയാതെ തന്നെ എനിക്കറിയാം. നിങ്ങളെപ്പോലുള്ളവരുടെ ആയുധം മൊബൈലാണല്ലോ, പിന്നെ അത് ഉപയോഗിക്കാനുള്ള സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോമും. പക്ഷെ ആ കൺകെട്ട് പരിപാടിയൊക്കെ ജനം മടുത്തു മോളെ. നിന്റെയൊക്കെ പേക്കൂത്തിന് ലൈക്കും കമന്റും അടിച്ച് നിന്റെയൊക്കെ വിഴുപ്പ് ചുമക്കുന്ന പരിപാടി മൊത്തത്തിൽ ആളുകൾ അങ്ങ് വെറുത്തു. ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി, ലൈക്കിനും ഷെയറിനും വേണ്ടി വീട്ടിലുള്ള അച്ഛനെയും അമ്മയും, എന്തിന് സുഖമില്ലാത്ത മുത്തശ്ശനെയും മുത്തശ്ശിയും വരെ പട്ടിണിക്കിട്ട് ദ്രോഹിക്കുന്ന വീഡിയോ വരെ നീയൊക്കെ ചെയ്തു തുടങ്ങിയപ്പോ ജനം നിന്നെയൊക്കെ വെറുത്തു. ഇനി വരാൻ പോകുന്നത് നിന്നെ പോലുള്ളവരെയൊക്കെ ജനം കല്ലെറിയുന്ന ഒരു ദിവസമാ. ഇങ്ങനെയാണ് നിന്റെയൊക്കെ പോക്കെങ്കിൽ അതിനി ഒരുപാട് താമസമൊന്നും വേണ്ടി വരില്ല. സ്ത്രീയെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന നമ്മുടെ നാടിന് നിന്നെയൊക്കെ പോലുള്ള പുത്തനച്ചിമാരെ കുറ്റിച്ചൂലുകൊണ്ട് അടിച്ചോടിച്ചിവിടെ ചാണകവെള്ളം തളിക്കും ഇനി വരുന്ന തലമുറ. ഇനിയെങ്കിലും ഒന്ന് നന്നാവാൻ നോക്ക്, ഇല്ലെങ്കിൽ ജന്മം തന്ന തന്തയ്ക്കും തള്ളയ്ക്കും തീരാ ശാപമായി മാറും നിന്റെ ഈ ജന്മം. കളക്ടർ അത് പറയും. ശിവന് നൊന്താൽ കളക്ടർക്ക് നൊന്തതുപോലെയാണല്ലോ. ഞാൻ കാണിക്കുന്നതേ കുറ്റമുള്ളൂ. ഭർത്താവ് ഒരുത്തൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് നാളിത്രയായി. അവൻ എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കാനോ അവൻ എന്തു പറ്റിന്ന് തിരക്കാനോ അല്ലല്ലോ താല്പര്യം. ശിവൻ എന്തു പറ്റിന്ന് അറിയണം, അതിനാണ് വേവലാതി. ഉത്കണ്ഠയ അതിന് തന്നെയാ. ശിവനെ എന്റെ ഭർത്താവാ. ഞാൻ ചിലപ്പോ അവനെ പ്രതിയാക്കിന്ന് വരും, ചിലപ്പോ അവനെ കഴുത്ത് ഞെരിച്ച് കൊന്നു ഇരിക്കും. നമ്മളാരാ അവനെ രക്ഷിക്കാൻ? അവന്റെ മനസ്സിൽ നിന്നും അവൻ എന്നെ അടിച്ചിറക്കിയോ അന്നു മുതൽ ഞാൻ അവനെതിരെയുള്ള യുദ്ധം തുടങ്ങിയതാ. അത് ഇനിയും തുടരുക തന്നെ ചെയ്യും. രക്ഷിക്കാൻ പറ്റുമെങ്കില് മാഡം ഒന്ന് രക്ഷിക്കേ. ഒരാണിനെ നശിപ്പിക്കാൻ പെണ്ണിന്റെ ഒരു വാക്ക് മതി എന്നുള്ള കാലമൊക്കെ കഴിഞ്ഞു പോയി മോളെ. നീ ഇത്രയും നേരം കാണിച്ച് നിന്റെ തെരുവ് നാടകത്തിന്റെ ചുവട് പിടിച്ചാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഈ ലോകം നിന്നെ കല്ലെറിയും. പെൺവർഗത്തിന് തന്നെ ശാപമായി നാടിനും വീടിനും വേണ്ടാത്ത പരിഹാസപാത്രമായി നീ മാറും. അന്ന് നിന്റെ കൂടെ നിൽക്കാൻ നിന്റെ വീട്ടുകാര് പോലും ഉണ്ടാവില്ല. നന്നാവും പറ്റുമെങ്കിൽ നന്നാവ്, ഇല്ലെങ്കിലേ പരുന്തുംകാലെ പോവും. പറഞ്ഞത് മനസ്സിലായില്ലേ? ആയുസ് എത്താതെ പരലോകത്തേക്ക് പോവെന്ന്. ഞാൻ എന്റെ 2 മക്കളുടെയും പിറന്നാൾ ആഘോഷിച്ച് തന്നെയാ രണ്ടുപേരെ ഇത്രയും വരെ ആക്കിയത്. അതിൽ ഇവരുടെ അച്ഛന് പങ്കൊന്നുമില്ല കേട്ടോ. ഞാൻ വെക്കുന്ന പായസം കുടിച്ചോണ്ട് ചോദിക്കും ഇന്ന് ആരുടെ പിറന്നാളാണെന്ന്. അപ്പോ അച്ഛന്റെ പിറന്നാൾ വരുമ്പോഴോ? അതും ഞാൻ പറയണം, എന്നാൽ അറിയും. അല്ലാതെ അമ്പലത്തിൽ പോക്കൊന്നുമില്ല.
അപ്പൊ പിറന്നാളുകാരന് ഇലയില് ചോറ് വിളമ്പണമെന്നാ അമ്മ പറയുന്നേ. പിറന്നാളുകാരന് മാത്രം ആക്കണ്ട, നമുക്ക് എല്ലാവർക്കും ഇലയെ കഴിക്കാം. വാഴയില കിട്ടുമല്ലോ. എത്ര വേണോന്ന് പറഞ്ഞാ മതി. നമ്മുടെ സ്വന്തം തോട്ടമല്ലേ അപ്പുറത്ത് കിടക്കുന്നത്. എന്തോ പറഞ്ഞത് മനസ്സിലായില്ല. അല്ല, സ്വന്തം പോലെ കരുതുന്ന തോട്ടമല്ലേ അപ്പുറത്ത് കിടക്കുന്നേന്ന്. ആ അങ്ങനെ പറ. ഇപ്പൊ ശരിയാക്കി തരാം. എടി മോളെ, നീ പോയി ശിവനെ ഊണ് കഴിക്കാൻ വിളിക്കേ. അമ്മ ബാക്കിയൊക്കെ എടുത്തു വെച്ചോ, ഞാനേ ശിവേട്ടനെ വിളിച്ചോണ്ട് വരാം. ആ ആശാനെ, ഹാപ്പി ബർത്ത്ഡേ. ചെലവുണ്ട് കേട്ടോ. ശരി, ഓക്കെ, ഞാൻ നിന്നെ വിളിച്ചോളാം. എടാ, ഞാൻ പോലും ഇന്നല്ലേ അറിഞ്ഞത്, രാവിലെ അമ്മ ഒന്ന് പറഞ്ഞപ്പോ. എടാ, നിനക്കുള്ള ചെലവ് ഞാൻ വൈകുന്നേരം തന്നേക്കാം. ആ എന്നാ ഓക്കെ. ആ ആഹാ, കൊറേ നേരം ആയില്ല തുടങ്ങിയിട്ട്. ആരാ? എടീ, അത് നമ്മുടെ കമലിനാ. അവന് ചെലവ് വേണമെന്ന്. വാ ഊണ് കഴിക്കാം. പിന്നെ പിറന്നാളുകാരൻ ഇന്ന് ഇലയില ഊണ്. ഛേ, ഈ അമ്മയുടെ ഒരു കാര്യം. എതിർപ്പൊന്നും പറയാൻ നിക്കണ്ട, എല്ലാം ഒരുക്കി വെച്ചിട്ട് വിളിക്കാൻ വന്നിരിക്കുന്നെ. വാ. ആ വരൂ വരൂ. ആഹാ, അത് ശരി, ഗംഭീര സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ടല്ലോ. ചന്ദ്ര, നീയും ഇരുന്നോ. ഞാനും റാണിയും കൂടി ഇരുന്നോളാം. ആ അതൊന്നും പറഞ്ഞാ പറ്റില്ല. ദേ, നമ്മൾ ഇന്ന് എല്ലാരും കൂടിയാ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. നീ അങ്ങോട്ട് ഇരിക്കടി. ഇരിക്കെ, പോ. ചേർന്ന് ഇരിക്കടി അങ്ങോട്ട്. ആ മോളെ, നീയും ഇരിക്കേ. എന്നാ പിന്നെ അമ്മ ഇരിക്കേ. പിന്നല്ലാതെ എന്റെ മോന്റെ ഒപ്പം ഞാനും ഇരിക്കാൻ പോവാ. ആ അതെ, ഈ കഴിക്കുന്നതിന് മുമ്പ് വേറെ ചടങ്ങൊന്നുമില്ലല്ലോ, കഴിച്ചു തുടങ്ങാലോ. ഒന്നുമില്ല, നീ അങ്ങ് കഴിച്ചു തുടങ്ങിയാ മതി. എന്ത് ചേട്ടാ, കഴിക്കുന്നില്ലേ? അല്ല, ആരോ പുറത്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആര് വരാനായിട്ട്? ആ. നിന്റെ അടുത്ത് ഇരിക്കേണ്ടവൾ തന്നിഷ്ടം കാണിച്ച് നടക്കുമല്ലേ, നടക്കട്ടെ. അവക്ക് ഇവന്റെ കൂടെ ജീവിക്കാൻ വിധിയില്ല, അത്ര തന്നെ. അതല്ല, പുറത്ത് ആരോ വന്നിട്ടുണ്ട്. എടാ മോനെ, എടാ വിളമ്പി വെച്ചിരിക്കുന്ന കഴിക്കാതെ പോലെടാ. ഛേ, ഈ ചെറുക്കന്റെ ഒരു കാര്യം.